അപ്പോൾ ഹായ്, നമ്മളിന്ന് നോക്കാൻ പോണത് മൈക്രോബയോളജിയിലെ കുറച്ച് ബസ് വേർഡ്സ് ഉണ്ട്. അതിൽ തന്നെ മൈക്രോബയോളജിയുടെ മൈക്കോളജി എന്ന് പറഞ്ഞ പോർഷനിലാണ്. ഇവിടെ എന്തായാലും ബസ് വേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ യൂഷ്വലി സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾ അങ്ങനത്തെ ഒരു സംഭവം എക്സാമിന് വരും. അപ്പോൾ എക്സാമിന് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ടേണിയോ വേസിക്കളറിനെ അല്ലെങ്കിൽ മലസീസിയ ഫെർഫറിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ബസ് വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ തന്നെ ഒരു എക്സാമിന് പറയുകയാണെങ്കിൽ ഈ ബ്രോഡ് ബേസ്ഡ് ബഡ്ഡിങ് അങ്ങനത്തെ നിന്നിട്ട് ഈ ഒരു പടം കൂടി നന്നാ എക്സാമിന് എന്താ ഉദ്ദേശിക്കണേ, ഭയങ്കര സിമ്പിളല്ലേ, എന്താ ബ്ലാസ്റ്റോമൈസിസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതിന് വേറെ കുറച്ച് പേരും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്നറിയോ? ചിക്കാഗോ ഡിസീസ് അല്ലെങ്കിൽ ഗിൽക്കർട്ട് ഡിസീസ് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത ചോദ്യത്തിൽ അവർ പറയുകയാണത് ഒരു സ്പിരിയൂൾസ് കണ്ടെയ്നിങ് എൻഡോസ്ഫോർ. ഇതാണെന്ത് സ്പിരിയൂൾസ് കണ്ടെയ്നിങ് എൻഡോഫോർ, ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ കുറേ കുത്തു പോലത്തെ ഒരു സംഭവങ്ങൾ. പിന്നെ ഈ പറഞ്ഞ എന്താ, ഇതൊരു ബാരൽ പോലെ ഇല്ലടാ. അപ്പോൾ ഒരു ബാരൽ ഷേപ്ഡ് ആർത്തോസ്ഫോർസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കണേ, കോക്സിഡിയോമൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കോക്സിഡിയോമൈക്കോസിസ് ആണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ അവർ ക്ലിനിക്കൽ ഫീച്ചറായിട്ട് കുറച്ച് എന്താ ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസും കൂടിയൊക്കെ തരും. പിന്നെ ഇതിൻ്റെ വേറെ പേരുകൾ എന്താ, കോക്സിഡിയോമൈക്കോസിസിൻ്റെ ഇതാണ് എന്ത് ഡെസേർട്ട് റുമാറ്റിസം എന്ന് പറയുന്നത് ഈ സംഭവം തന്നെയാണ്. ഇനി വാലി ഫീവർ അല്ലെങ്കിൽ കാലിഫോർണിയ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഇതൊക്കെയാണ് കേട്ടോ. ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ എല്ലാത്തിനും 2-3 പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ 2-3 പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോക്സിഡിയോമൈക്കോസിസ് ആണ് തന്നെയാണ് എന്ത് ഡെസേർട്ട് റുമാറ്റിസം അല്ലെങ്കിൽ വാലി ഫീവർ അല്ലെങ്കിൽ കാലിഫോർണിയ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിൽ പറയണേ, ഇവിടെ നേരത്തെ ബ്രോഡ് ബേസ്ഡ് ബഡ്ഡിങ് അല്ലായിരുന്നു, ഇവിടെ നാരോ ബേസ്ഡ് ബഡ്ഡിങ് വിത്ത് ക്യാപ്സ്യൂൾ എന്നുള്ള പേര് തന്നാൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ആകെ ഈ ഫംഗസിൻ്റെ അവിടെ മെയിനായിട്ട് ക്യാപ്സ്യൂളുള്ള മെയിൻ ഓർഗാനിസം ഏതാ, ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ആണ് കേട്ടോ. അത് ഈ പറഞ്ഞ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള HIV പേഷ്യൻസിലൊക്കെ ഈ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഇതിൻ്റെ നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ക്യാപ്സ്യൂൾ. ഇതെന്ത് സ്റ്റെയിനിങ്ങാണ്, നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് ഉദ്ദേശിച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ ഓർഗാനിസത്തിനല്ല സ്റ്റെയിൻ ചെയ്യണേ, പകരം അതിൻ്റെ സറൗണ്ടിങ്സിനെയാണ് സ്റ്റെയിൻ ചെയ്യണേ കേട്ടോ. അതാണ് ഈ നെഗറ്റീവ് സ്റ്റെയിനിങ്. പിന്നെ നമ്മൾ ബയോപ്സി എടുത്താൽ നമുക്ക് മ്യൂസിക്കാർമിൻ സ്റ്റെയിനും ഗൊമറിമെത്തമിൻ സ്റ്റെയിനിലൊക്കെ നമുക്ക് ഇതുപോലത്തെ അപ്പിയറൻസ് കിട്ടും. പിന്നെ സെബറോടെസ്റ്റോർസർ ST അഗാറിൽ ഈ പറഞ്ഞ മ്യൂക്കോയിഡ് കോളനീസ് കിട്ടും. പിന്നെ ഇത് യൂറിയസ് പോസിറ്റീവ് ഫംഗസ് ആണ്. പിന്നെ ഈ പറഞ്ഞ നൈഗസ് മീഡിയത്തിലൊക്കെ ഈ പറഞ്ഞ ബ്രൗൺ കളർ കോളനീസൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തേക്കുക. ഇനി ഇതൊന്നും ഓർത്തില്ലെങ്കിൽ ക്യാപ്സ്യൂളുള്ള ഒരു ഓർഗാനിസം നിങ്ങൾ കണ്ട ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് ഏതാട്ടോ, ഫംഗസിലെ ബാക്ടീരിയൽ ക്യാപ്സ്യൂളുള്ള വേറെ കുറേ എണ്ണം ഉണ്ടാവും. ഇനി ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താ, വേറെ സംഭവം ഉണ്ട്. അതായത് നോക്കിയാൽ ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലിറ്റിക്കും പേരിലൊക്കെ ക്യാപ്സ്യൂൾ ഉണ്ട്, പക്ഷേ ഓർഗാനിസത്തിൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടോ, ഇല്ല. ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലിറ്റിക് എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ, ആ ഓർഗാനിസത്തിന് ക്യാപ്സ്യൂൾ ഇല്ല. പകരം ക്യാപ്സ്യൂളുള്ള ഓർഗാനിസം ഏതാ, ഈ പറഞ്ഞ ക്രിപ്റ്റോകോക്കസ് നിയോഫോമൻസ് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്ത ചോദ്യത്തിൽ എക്സാമിന് പറയുകയാണ് പൈലറ്റ് വീൽ അപ്പിയറൻസ്, എന്നിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മറീനസ് വീൽ അപ്പിയറൻസ് അല്ലെങ്കിൽ മിക്കി മൗസ് അപ്പിയറൻസ്. അപ്പോൾ അതൊക്കെ എന്നിട്ട് ഈ ഒരു പടം കൂടി തന്നാൽ അവരെന്താ ഉദ്ദേശിക്കുന്നത്, പാരാകോക്സിഡിയോസിസ് ബ്രസീലിയൻസ് അല്ലെങ്കിൽ പാരാകോക്സിഡിയോ മൈക്കോസിസ് അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ വേറെ പേര് എന്താ, പേരാണ് എന്ത് സൗത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് അല്ലെങ്കിൽ ഇതിനൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ നോർത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് ഏതായിരുന്നു, അത് ബ്ലാസ്റ്റോമൈക്കോസിസ് തന്നെ പക്ഷേ ഈ പറഞ്ഞ പാരാകോക്സിഡിയോ മൈക്കോസിസിന് അവർ വേറെ പേരിട്ടുണ്ടെന്ന് സൗത്ത് അമേരിക്കൻ ബ്ലാസ്റ്റോമൈക്കോസിസ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യത്തിൽ പറയുകയാണേ, ഇത് നോക്കി എൻ്റെ ഈ മൈക്രോഫേജിൻ്റെ ഉള്ളിൽ കുറച്ച് ടൈനി പോലെ ഒരു ഈ സെൽസ്, അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാസെല്ലുലർ ഓവൽ ഈ സെൽസ് ഇൻ മൈക്രോഫേജ് ഉണ്ട്. എന്നിട്ട് ഇത് ഈ TBയുടെ പോലെയൊക്കെ നമുക്ക് TB മറ്റേ സായിപ്പിമാർക്ക് അതിന് TB മിമിക്ക് പോലെ വരുന്ന ഒരു അസുഖമാണ് എന്ത്, ഹിസ്റ്റോപ്ലാസ്മ ക്ലാപ്സുലിറ്റിക് കേട്ടോ. ഇന്ന ഓഹയോ ഡിസീസ് അല്ലെങ്കിൽ മിസിസിപ്പി റിവർ വാലി ഡിസീസ് എന്നൊക്കെ വേറെ പേര് കൂടി പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ പേര് ഡാർലിങ്സ് ഡിസീസ് അല്ലെങ്കിൽ OKO ഡിസീസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇത് ടോപ്പിക്ക് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് പറഞ്ഞ ഒരു സംഭവം എന്താ, സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ്. എന്നിട്ട് ഈ ഒരു പടം കൂടി തന്നാൽ അവരെന്താ ഉദ്ദേശിക്കണേ, മെയിനായിട്ട് ടീനിയ വേഴ്സിക്കൾ അല്ലെങ്കിൽ മലസീസിയ ഫർഫർ അല്ലെങ്കിൽ മലസീസിയ ഗ്ലോബോസിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടി ഒന്ന് ഓർമ്മയുണ്ടാവും. ഇതിൻ്റെ ഗ്രോത്തിന് ഒരു സാധനം കൂടി ഇടണം. സാധാരണ നമ്മളൊരു മീഡിയത്തിൽ ഗ്രോ ചെയ്യുമ്പോൾ ഇവർക്കൊരു കുറച്ച് സപ്ലിമെൻറ്റും കൂടി കൊടുക്കണം. എന്ത് കൊടുക്കണ്ടേ, കുറച്ച് ഒലീവ് ഓയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഇതായിരിക്കും ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ. കുറച്ച് ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിൻ ലീഷൻസ് ഇവിടെ ഉണ്ടാവും. ഈ സ്കിൻ ലീഷൻസിൻ്റെ പ്രത്യേകത ഉണ്ട്, നമ്മൾ വുഡ്സ് ലാമ്പ് എടുത്തിട്ട് ഇങ്ങനെ അടുത്തോട്ട് പോയാലുണ്ടല്ലോ, ഇത് ഗോൾഡൻ യെല്ലോ കളറിൽ ഫ്ലുവറസൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ്
ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ ലാസ്റ്റായിട്ട് നമുക്ക് എന്ത് നോക്കാം, ഒരു ഓർഗാനിസം ഉണ്ട്, അവർ പറയണേ ജെയിം ട്യൂബ് ടെസ്റ്റ് പോസിറ്റീവ്, അല്ലെങ്കിൽ റെയ്നോട്സ് ബ്രോഡ് ഫിനോമിന പോസിറ്റീവ്, സ്യൂഡോ ഹൈഫേ. ഈ ഓർഗാനിസം ആൾക്കാരിൽ ഓറൽ ത്രഷ് അല്ലെങ്കിൽ വജൈനൽ ത്രഷ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു പടം കൂടി തന്നാൽ അവരെന്താ ഉദ്ദേശിക്കണേ, മെയിനായിട്ട് കാൻഡിഡിയ ആൽബിക്കൻസിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓർക്കണ്ടേ, ബ്രോഡ് ബേസ് ബഡ്ഡിങ് എന്താ, ബ്ലാസ്റ്റോമൈക്കസ്, B4B. സ്പിരിയോൾസ് കണ്ടെയ്നിങ് എൻഡോസ്പോർസ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കണേ, കോക്സിഡിയം മൈക്കോസിസ്. പിന്നെ ക്യാപ്സ്യൂളുള്ള ഓർഗാനിസം ഏതാ, ക്രിപ്റ്റോകോക്കസ്. പൈലറ്റ് വീൽ അപ്പിയറൻസ് അല്ലെങ്കിൽ മരീനസ് വീൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ മിക്കി മൗസ് സൈൻ. എന്നിട്ട് ഈ ഒരു പടം കൂടി തന്നെന്താ, പാരാകോക്സിഡിയോ മൈക്കോസിസ്. അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലർ ഓവൽ ഈ സെൽസിൻ്റെ മാക്രോഫേജ്, അല്ലെങ്കിൽ ട്യൂബർക്കുലേറ്റ് മാക്രോക്രോണീഡിയ. ഇതുപോലെ ഇതിനെയാണ് ട്യൂബർക്കുലേറ്റ് മാക്രോക്രോണീഡിയ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കണേ, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലോട്ടിക്കം. ഒരു കാര്യം വീണ്ടും ഞാൻ പറയുന്നു, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലോട്ടിക്കലിന് ക്യാപ്സ്യൂൾ ഇല്ല. പിന്നെ അടുത്ത സ്പെഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് എന്താ ഉദ്ദേശിക്കണേ, ടീനെ വേഴ്സിക്കളർ. അതിൻ്റെ ഒലീവ് ഓയിൽ കൊടുക്കുന്നതും ഗോൾഡൻ യെല്ലോ ഫ്ലൂറൻസസും ഉള്ളതും കൂടി ഓർത്തിരിക്കാൻ. പിന്നെ ജെയിം ട്യൂബ് ടെസ്റ്റ് അല്ലെങ്കിൽ റെയ്നോഡ് ബ്രോഡ് ഫിനോമിന, അതൊക്കെ എന്താ ഉള്ളത്, കാൻഡിഡ് ആൽബിക്കൻസിലാണ് കേട്ടോ. ബാക്കി കൊണ്ട് അടുത്ത സെക്ഷനിൽ